നീറ്റൊക്കെ അല്ല, അപ്പൊ കുറച്ച് ലുക്കായിട്ട് പോയാലോ? ലുക്കായിട്ട് പോകാനൊന്നും പറ്റൂല, ഡാർക്ക് ആയിട്ടുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യണം. ഹലോ ഗൈസ്, ഞാൻ നസൽ, എൻ്റെ കൂടെ ഉള്ളത് ജുനീദ്. അപ്പോൾ നീറ്റ് എക്സാം 2026 വരാനായില്ല. അപ്പോൾ നമ്മൾ അന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളവിടെ എത്തേണ്ട ടൈമിംഗ് ആണല്ലോ നമ്മൾ നോക്കണ്ടേ. അപ്പോൾ 11 മണിയാകുമ്പോൾ എല്ലാവരും അവിടെ റീച്ച് ചെയ്യണം. മീൻസ് എക്സാം സെൻറ്ററിൻ്റെ ഇത് തുടങ്ങും. പിന്നെ 1:30 അത് അവസാനിക്കും. അപ്പോൾ അതിന് ശേഷം പോയാൽ നിങ്ങൾക്ക് നീറ്റ് എക്സാം എന്തായാലും എഴുതാൻ പറ്റില്ല. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും എന്തായാലും എത്തണം. പിന്നെ നീറ്റ് എക്സാം തുടങ്ങുന്നതെന്ന് വെച്ചാൽ 2 to 5 ആയിരിക്കും. അപ്പോൾ ഇതാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഈ വരുന്ന May 3 നമ്മൾ നീറ്റ് എക്സാം നടക്കുന്നത്. അപ്പോൾ നീറ്റ് എക്സാമിനാകുമ്പോൾ അഡ്മിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ ഓൾറെഡി റിലീസായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ neet.nda.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്രാവശ്യം അത് 3 പേജായിട്ടാണ് അതിൽ വന്നിട്ടുള്ളത്, 3 പേജായിട്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് പേജിൽ എന്ത് ചെയ്യണം, കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കേണ്ടതുണ്ട്, ലെഫ്റ്റ് തമ്പിൻ്റെ ഇംപ്രഷന്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ പേജിൽ നമുക്കൊരു പോസ്റ്റ് കാർഡ് ഫോട്ടോ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സൈൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇൻവിജിലേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സൈൻ ചെയ്യേണ്ടത്. പിന്നെ വാലിഡ് ആയിട്ടുള്ളൊരു ID പ്രൂഫ് നമ്മൾ കൊണ്ടുപോകണം. അത് ആധാറായിട്ട് പാസ്പോർട്ട് പോലത്തൊരു വാലിഡ് ആയിട്ടുള്ളൊരു ID പ്രൂഫ് നമ്മൾ കൂടെ കൊണ്ടുപോകണം. പിന്നെ നമ്മളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ കരുതണം. ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളാണ് നമ്മൾ എക്സാം സെൻറ്ററിൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് കൊണ്ടുപോകാനും അതിനൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് എക്സാം സെൻറ്ററിലോട്ടേക്ക് പോകുമ്പോൾ അതിൻ്റെ ഡ്രസ് കോഡും അതിനെ പറ്റിയിട്ടുള്ള എല്ലാവർക്കും വലിയ കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ് എന്ത്, ഡ്രസ് കോഡിനെ പറ്റിയാണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഡ്രസ് കോഡ് കാര്യങ്ങൾ ചെയ്യേണ്ടതിനെ പറ്റിയാണ് എനിക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഡ്രസ് കോഡിനെ പറ്റി നോക്കുമ്പോൾ നീറ്റൊക്കെ അല്ല, കുറച്ച് ലുക്കായിട്ട് പോയാലോ? ലുക്കായിട്ട് പോകാനൊന്നും പറ്റൂല, ഡാർക്ക് ആയിട്ടുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഹാഫ് സ്ലീവ് ഷർട്ടൊക്കെ ബോയ്സിന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബെൽറ്റ് ഇടാൻ പാടില്ല, പിന്നെ വലിയ ബട്ടൺസ് ഉള്ള ഇതിടാൻ പാടില്ല. പിന്നെ ഷൂ ഒഴിവാക്കണം. ഷൂവിന് പകരം നമുക്ക് സാൻഡൽസ് ഉപയോഗിക്കാം, നമ്മൾ സാധാ ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റും കുറച്ച്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വാച്ചൊക്കെ ഒഴിവാക്കുക. കാരണം അവിടെ നിന്ന് വെച്ചാൽ മെറ്റൽ ഡിറ്റക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതുവഴി ഇങ്ങനത്തെ മെറ്റൽസ് ആയ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. ഇനി മെറ്റൽ ഡിറ്റക്ടർ എന്ന് പറയുമ്പോൾ പല്ലിൽ ക്ലിപ്പ് ഇട്ടവർക്ക് എന്ത് ചെയ്യുക? അതൊന്നും പ്രശ്നമില്ല. കാരണം പല്ലിൽ ക്ലിപ്പ് ഇട്ട ആളുകൾ, അതുമായി തന്നെ കയ്യിനും കാലിനൊക്കെ ഫ്രാക്ചർ വന്നിട്ട് മെറ്റൽ റോഡ്സ് ഒക്കെ എന്തെങ്കിലും ഇട്ട ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ആളുകളൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു നോർമലായിട്ട് എക്സാമിന് പോകുന്ന പോലെ പോയാൽ മതി. പിന്നെ ഒരു കേസ് ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗേൾസ്, ഇപ്പോൾ ഹിജാബ്, ബുർക്ക, ടർബനൊക്കെ കിട്ടുന്ന ഗേൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അഡീഷണൽ ആയിട്ട് ഒരു ചെക്കിങ് കൂടി ഉണ്ട്. അപ്പോൾ അവർ അതെ, തീർച്ചയായിട്ടും ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നേരത്തെ അവർ പോയാൽ അവർക്ക് ഉഷാറായിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കഴിയും. നമ്മൾ ഈ വീഡിയോയിൽ മാക്സിമം ഇൻഫർമേഷൻസ് ഒരു ഷോർട്ട് വീഡിയോ തന്നെ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മളെ കമൻസിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റായിട്ട് മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും കോൺഫിഡൻസ് ആയിട്ട് എക്സാം എഴുതുക. നിങ്ങളൊരു വർഷം ഹാർഡ് വർക്ക് ചെയ്തതാണ്, അതിനുള്ള റിസൾട്ട് എന്തായാലും അവർക്ക് കിട്ടില്ല, ഷുവറായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് നമ്മളെ കരിയർ ഒന്നും അവസാനിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായും കുറേ ഉണ്ടല്ലോ ഓപ്ഷൻസ് നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. ബൈ.